നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇമേജ് ഫോമേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു വേർഡാണ്. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു മിററിൻ്റെ മുന്നിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് ഉണ്ടാവും അല്ലേ? ആ ഇമേജിന് ചിലപ്പോൾ ഒബ്ജക്റ്റിൻ്റെ വലുപ്പത്തിനേക്കാൾ വലുതായിരിക്കും, ചിലപ്പോൾ എന്തായിരിക്കും ഒബ്ജക്റ്റിനേക്കാൾ ചെറുതായിരിക്കും, ചില സമയത്ത് ഒബ്ജക്റ്റിൻ്റെ അതേ വലുപ്പമായിരിക്കും. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇമേജിൻ്റെ ഹൈറ്റ് എടുക്കുക. ഇമേജിൻ്റെ ഹൈറ്റിനെ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടൂലേ? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാഗ്നിഫിക്കേഷൻ എന്ന് വിളിക്കുക. മാഗ്നിഫിക്കേഷൻ എന്നുള്ളതിനെ നമ്മൾ എം എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കാറുള്ളത്. സ്മാൾ ലെറ്റർ എം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? മാഗ്നിഫിക്കേഷനെ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ മറക്കണ്ട, മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഒരു ഇക്വേഷനാണ് HI/HO എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഇനി ഇതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. മാഗ്നിഫിക്കേഷൻ ഈസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയാം. അതല്ലെങ്കിൽ ശരിക്കും ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്നത് ഒബ്ജക്റ്റിൻ്റെ എത്ര മടങ്ങാണ്, ഹൗ മെനി ടൈംസ് ഓഫ് ദ സൈസ് ഓഫ് ഒബ്ജക്റ്റ് ആണ് ഇമേജിൻ്റെ സൈസ് എന്നുള്ളതാണ്. ഒബ്ജക്റ്റിൻ്റെ വലുപ്പത്തിൻ്റെ എത്ര മടങ്ങാണ് ഇമേജിൻ്റെ സൈസ് എന്നുള്ളതാണ് മാഗ്നിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. While calculating the magnification, the measurement taken അവിടെയും നമ്മൾ പോസിറ്റീവും നെഗറ്റീവും കൊടുക്കാറുണ്ട്. HIയും HOയും ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും ഹൈറ്റ് ഓഫ് ദ ഇമേജും ഉണ്ട്. ഇപ്പോൾ നമ്മളിത് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വാല്യൂ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഇവിടെ ഇതിൻ്റെ എടുക്കുന്ന സമയത്ത് പോസിറ്റീവാണോ നെഗറ്റീവാണോ നിങ്ങൾ തീരുമാനിക്കണം. എങ്ങനെ തീരുമാനിക്കുക? While the calculating the magnification, measurement taken upwards from the principal axis is considered as positive. പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ പോസിറ്റീവും, ഇൻവേർട്ടഡ് ആണെങ്കിൽ തലകുത്തനെ ഇൻവേർട്ടഡ് ആണെങ്കിൽ നെഗറ്റീവ് കൊടുക്കണം. അപ്പോൾ ഒരു കാര്യം ചോദിക്കാം, HO ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ്. നിങ്ങളിവിടെ ഇപ്പോൾ കുറേ പിക്ചറുകൾ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. എല്ലാ പിക്ചറിലും ഒബ്ജക്റ്റ് നേരെയല്ലേ നിൽക്കുന്നത്? അതിനർത്ഥം HO എന്നുള്ളത് ഓൾവേസ് പോസിറ്റീവായിരിക്കും. HIയുടെ കാര്യത്തിൽ ചില സമയത്ത് തലകുത്തനെ വരുന്നുണ്ട്. തലകുത്തനെ നിൽക്കുന്ന സമയത്ത് HI എന്നുള്ളത് നെഗറ്റീവും, അതായത് ഇൻവേർട്ടഡ് ആണെങ്കിൽ HI നെഗറ്റീവും, ഇറക്റ്റ് ആണെങ്കിൽ HI എന്നുള്ളത് പോസിറ്റീവും ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ ഈസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിങ് നോ യൂണിറ്റ്. മാഗ്നിഫിക്കേഷൻ എന്തുണ്ടാവില്ല? യൂണിറ്റ് ഉണ്ടാവില്ല. കാരണം രണ്ടും ഒരേ യൂണിറ്റ്, മുകളിലും താഴത്തും ഒരേ യൂണിറ്റ് തന്നെയാണല്ലോ. കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് HO എന്നുള്ളത് 3 സെൻറ്റിമീറ്റർ ആണ്. കെപ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിററിൻ്റെ മുന്നിൽ വെച്ചു. ഗിവ്സ് എ റിയൽ ഇമേജ് ഓഫ് സൈസ് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ നോക്കുക, നമുക്ക് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് HO എന്നുള്ളത് 3 സെൻറ്റിമീറ്ററും HI എന്നുള്ളത് 6 സെൻറ്റിമീറ്ററും ആണെന്ന് കിട്ടി. ഇനി നമുക്കറിയണം HO എന്നുള്ളത് എന്തായാലും പോസിറ്റീവായിരിക്കും, HI എന്നുള്ളത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് അറിയണ്ടേ? എങ്ങനെ നമ്മളത് മനസ്സിലാക്കാമെന്നറിയോ? നമ്മൾ പറഞ്ഞു ഇൻവേർട്ടഡ് ആണെങ്കിൽ നെഗറ്റീവായിരിക്കും, ഇറക്റ്റ് ആണെങ്കിൽ പോസിറ്റീവായിരിക്കും അല്ലേ? അവിടെ ഇൻവേർട്ടഡ് ആണോ ഇറക്റ്റ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. പകരം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഗിവ്സ് എ റിയൽ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കുക, ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. റിയൽ ഇമേജ് വന്നു കഴിഞ്ഞാൽ അത് ഇൻവേർട്ടഡ് ആയിരിക്കും. റിയൽ ആണെങ്കിൽ പിന്നെ അതെന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. ഇപ്പോൾ ഇറക്റ്റ് ആണെങ്കിലോ വിർച്വൽ ആയിരിക്കും. ഇറക്റ്റും വിർച്വലും ഒരുമിച്ചും റിയലും ഇൻവേർട്ടഡും ഒരുമിച്ചും മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ റിയൽ ഇമേജ് എന്ന് പറഞ്ഞതുകൊണ്ട് HIക്ക് നമ്മൾ നെഗറ്റീവ് കൊടുത്തു. ഇനി അവിടെ വിർച്വൽ ഇമേജ് എന്നാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ HIക്ക് എന്ത് കൊടുക്കണം? പോസിറ്റീവ് കൊടുക്കണം. ഇറക്റ്റായ ഇമേജ് എന്ന് പറഞ്ഞാലും HIക്ക് പോസിറ്റീവ്, ഇൻവേർട്ടഡ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HIക്ക് നെഗറ്റീവ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ HI/HO എന്നുള്ളത് ചെയ്തു. -6/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് അവിടുത്തെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയാം. ഇനി ഒബ്സർവ് ദ ഫിഗർ, കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ. ഈ ഫിഗർ നോക്കിയിട്ട്
മാഗ്നിഫിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എച്ച് ഒ എന്നുള്ളത് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ്. എച്ച് ഐ എന്നുള്ളത് 10 സെൻറ്റിമീറ്റർ ആണ്. അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? താഴേക്കല്ലേ നിൽക്കുന്നത്, ഇൻവേർട്ടഡ് അല്ലേ. അപ്പോൾ അതെന്തായിരിക്കണം? എച്ച് ഐ എന്നുള്ളത് -10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ -10/5 ചെയ്യുക, നമുക്ക് എത്ര കിട്ടും? -2 എന്നുള്ള ആൻസർ കിട്ടും. നിങ്ങൾ ചെയ്യണം കേട്ടോ, നോട്ടിൽ ചെയ്തിട്ട് അയച്ചു തരണം. അടുത്തത്, അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് നോട്ട് എഴുതാനുള്ളത് എന്തൊക്കെയാണെന്ന് അറിയോ? ഒന്ന്, മാഗ്നിഫിക്കേഷൻ എന്താണെന്നുള്ളത് ഡെഫിനേഷൻ ഇതാണ്. മാഗ്നിഫിക്കേഷൻ ഈസ് ദ റേഷ്യോ ഓഫ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. അതാണ് മാഗ്നിഫിക്കേഷൻ. താഴെ മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഇക്വേഷൻ എഴുതുക. എം =HI/HO. എന്നിട്ട് സൈഡിൽ എഴുതി കൊടുക്കുക. എം എന്താ? മാഗ്നിഫിക്കേഷൻ. HI ഹൈറ്റ് ഓഫ് ദ ഇമേജ്, HO ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. അങ്ങനെ സൈഡിൽ എഴുതാം കേട്ടോ. ഒരു കാര്യം കൂടി എഴുതാം. HO ഈസ് ഓൾവേസ് പോസിറ്റീവ്. HO ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഒരു പോയിൻ്റ് ആക്കിയിട്ട് എഴുതാനാണ്. അത് കഴിഞ്ഞിട്ട് താഴെ എഴുതുക HI എന്ന് എഴുതുക. നേരെ പോസിറ്റീവ് ഇഫ് ഇമേജ് ഈസ് പോസിറ്റീവ് ഇഫ് ഇമേജ് ഈസ് ഇറക്റ്റ് ഓർ വിർച്വൽ. HI ഈസ് പോസിറ്റീവ് ഇഫ് ഇമേജ് ഈസ് ഇറക്റ്റ് ഓർ വിർച്വൽ. താഴെ HI ഈസ് നെഗറ്റീവ് ഇഫ് ഇമേജ് ഈസ് ഇൻവേർട്ടഡ് ഓർ റിയൽ. HI ഈസ് നെഗറ്റീവ് ഇഫ് ഇമേജ് ഈസ് ഇൻവേർട്ടഡ് ഓർ റിയൽ. ഓക്കെ, അതിന് താഴെ നമ്മൾ ഈ പറഞ്ഞ പ്രോബ്ലം ഉണ്ടല്ലോ, ഇതിൻ്റെ ആൻസർ മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഇനി അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കുക. കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് വെൻ ഇറ്റ് ഗീവ്സ് എൻ ഇമേജ് ഓഫ് ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ HI എന്നുള്ളത് 4 ആണ്. വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സെയിം പ്ലേസ് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺകേവ് മിറർ. സെയിം പ്ലേസ് എന്ന് പറയുമ്പോൾ അതേ സ്ഥലത്ത് തന്നെയാണ് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ എവിടെയാണ് നമുക്ക് സെയിം പ്ലേസ് തന്നെ ഒബ്ജക്റ്റും ഇമേജും ഒരുപോലെ ഉണ്ടാകുന്നത്? ഒബ്ജക്റ്റും ഇമേജും ഒരേ സ്ഥലത്തുണ്ടാവുന്ന മിറർ എപ്പോഴാണ് ഉണ്ടാവുക? നിങ്ങൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, ഇമേജ് ഫോർമേഷൻ്റെ. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ഇമേജും ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും സെയിം ആയിരിക്കും. എവിടെ വെക്കുമ്പോഴാണ്? അറ്റ് സിയിൽ വെക്കുമ്പോൾ. ഒബ്ജക്റ്റ് അറ്റ് സി നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത് ഇവിടുത്തെ ബി ക്വസ്റ്റിൻ്റെ ആൻസർ അറ്റ് സി എന്നുള്ളതാണ്. 4 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റും ഇമേജിൻ്റെ ഹൈറ്റും ഒരേ പോലെ വരുന്നത് എപ്പോഴാണ്? സെയിം പൊസിഷനിൽ ഇമേജ് ഉണ്ടാകുമ്പോഴാണ്. അടുത്ത് നിങ്ങൾ നോട്ടിൽ എഴുതേണ്ടത് യൂസസ് ഓഫ് സ്പെറിക്കൽ മിറേഴ്സ് എന്ന് എഴുതിയിട്ട് യൂസസ് ഓഫ് കോൺകേവ് മിറർ എന്ന് എഴുതാം. ഓക്കെ, യൂസസ് ഓഫ് കോൺകേവ് മിറർ. എന്നിട്ട് താഴെ പറയുന്ന പോയിന്റുകൾ അവിടെ എഴുതി കൊടുക്കുക. ഷേവിംഗ് മിറർ കോൺകേവ് മിററാണ്. മേക്കപ്പ് മിറർ, ഹെഡ് മിറർ യൂസ്ഡ് ബൈ ഡോക്ടേഴ്സ് ഇൻ ഫിലിം പ്രൊജക്ടേഴ്സ്, ഇതൊക്കെ കോൺകേവ് മിററുകളാണ്. അപ്പോൾ അത് നിങ്ങൾ എക്സാമ്പിളായിട്ട് എഴുതുക കേട്ടോ. നെക്സ്റ്റ് യൂസസ് ഓഫ് കോൺവെക്സ് മിറർ എന്ന് എഴുതാം. താഴെ എഴുതിക്കോളൂ. യൂസ്ഡ് ആസ് റിഫ്ലക്റ്റേഴ്സ് ഇൻ സ്ട്രീറ്റ് ലാമ്പ്സ്. നമ്മൾ സ്ട്രീറ്റ് ലാമ്പുകൾ ഉണ്ടാവും. സ്ട്രീറ്റ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന റിഫ്ലക്റ്റേഴ്സ് അത് കോൺവെക്സ് മിററാണ്. യൂസ്ഡ് ആസ് റിയർ വ്യൂ മിറർ ബൈ ഡ്രൈവേഴ്സ് ഫോർ വ്യൂയിങ് വെഹിക്കിൾസ് ഫ്രം ബിഹൈൻഡ്. ബാക്കിലുള്ള വാഹനങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രൈവേഴ്സ് യൂസ് ചെയ്യുന്ന മിറർ, റിയർ വ്യൂ മിറർ അല്ലേ. നെക്സ്റ്റ് മൂന്നാമത്തത് ബിഗ് കോൺവെക്സ് മിറർ ഹെൽപ്പ് ഇൻ വ്യൂയിങ് വെഹിക്കിൾ കമ്മിങ് ബിയോണ്ട് കർവ്സ്, ദിസ് മിനിമൈസിങ് ആക്സിഡൻറ്റ്. നമ്മൾ കണ്ടിട്ടുണ്ടാകും റോഡ് സൈഡിലൊക്കെ നല്ല വളവുള്ള സ്ഥലത്തൊക്കെ വലിയൊരു കോൺവെക്സ് മിറർ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജംഗ്ഷനുകളിലൊക്കെ നമ്മൾ വെക്കാറുണ്ട്. അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും എന്ത് ചെയ്യുക, നോട്ടിൽ എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ എത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. ഇപ്പോൾ ഇതോടുകൂടി ആ ചാപ്റ്ററും നമ്മൾ കഴിഞ്ഞു. ഇനി ഇതിൽ ലെറ്റർ സക്സസ് എന്ന് പറഞ്ഞിട്ട് 10 ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. ഈ 10 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ ഒന്ന് ചെയ്ത് നോക്കാം. ഏതെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. കിട്ടാത്തത് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് പറഞ്ഞു തന്നാൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.